ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മുദ്രിതമായ ഈ ഭൂമിയിൽ നിന്ന് തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്താതിരിക്കാൻ എനിക്കാവില്ല. അരൂപിയുടെ മൂന്നാം പിറാവ് എന്ന നോവലിൽ ആൻഡ്രൂ സേവിയർ എന്ന കഥാപാത്രത്തെ കൊണ്ട് വിശ്രുതനായ എഴുത്തുകാരൻ പെരുമ്പടവൻ ശ്രീധരൻ പറയുന്ന ഡയലോഗാണിത്. പ്രിയപ്പെട്ടവരെ, ഇത് പള്ളിക്കുദാശക്കാലം മൂന്നാം ഞായറാഴ്ചയാണ്. ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ ഭാഗം അല്പം പ്രാധാന്യത്തോടുകൂടെ ഇതിൻ്റെ ദൈവശാസ്ത്രപരവും സാമൂഹ്യപരവും ചരിത്രപരവും പ്രായോഗികപരമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തേതായിട്ട് നമ്മൾ കാണുന്നത് ശ്ലീഹന്മാർ, പ്രത്യേകിച്ച് സുവിശേഷകന്മാർ, ഈശോയെ രോഷാകുലനായ ചെറുപ്പക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന രംഗമാണ് ഈ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ രംഗം. 2-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചനത്തിൽ ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്ന ആ ചരിത്ര സംഭവമാണ് വിവരിക്കപ്പെടുന്നത്. ഇവിടെ ഇതിന് 2 ആഴ്ച മുമ്പാണ് നമ്മൾ വായിച്ചു കേട്ടത്, ആരാണ് ഞാൻ എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ഈശോ ചോദിക്കുന്ന ചോദ്യത്തിന് ശ്ലീഹന്മാർ പറയുന്നത്, ജനങ്ങൾ പറയുന്നു നീ ജെറമിയായാണെന്ന്, ഏലിയായാണെന്ന്, സ്നാപയോഹന്നാണെന്ന്, അല്ല പ്രവാചകന്മാരിൽ ആരോ ആണെന്ന് ജനങ്ങൾ പറയുന്നു. ഈ പറച്ചിലുകളുടെയൊക്കെ ഒരു പൂർണ്ണത നമ്മളിവിടെ കാണുകയാണ്. എല്ലാ പ്രവാചക സങ്കല്പങ്ങളുടെയും മൂർത്തിമത് രൂപമായിട്ടാണ് ഈശോ കയറുകൊണ്ട് ചാട്ടയുണ്ടാക്കി ദേവാലയത്തിൽ നിന്ന് നാണയമാറ്റക്കാരെയും പ്രാവ് വിൽപ്പനക്കാരെയും കാളകളോടും ആടുകളോടുമൊക്കെ പുറത്താക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് പ്രവാചകന്മാരുടെയൊക്കെ പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണം കൂടിയാണ്. ആമോസ് പ്രവാചകനാണ് പറയുന്നത്, 5-ാം അധ്യായത്തിൽ പറയുന്നു, എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ പ്രവേശിക്കാൻ ഇവയൊക്കെ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? ജെറമിയ പ്രവാചകൻ 6-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ ദഹനബലികൾ എനിക്ക് സ്വീകാര്യമല്ല, നിങ്ങളുടെ കാഴ്ചകളിൽ ഞാൻ പ്രീതിപ്പെടില്ല. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ആമോസ് പ്രവാചകൻ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ ബലികൾ എനിക്ക് സ്വീകാര്യമല്ല എന്നുള്ളത്. ഇതിൻ്റെ എല്ലാം കൂടെ പൂർണ്ണതയാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. എന്തെല്ലാമാണോ പ്രവാചകന്മാർ പറഞ്ഞത്, ദേവാലയത്തെ സംബന്ധിച്ച് പറഞ്ഞത്, അതെല്ലാം കൂടെ ചേർത്ത് ദേവാലയ ശുദ്ധീകരണം ഈശോ നടത്തുകയാണ്. പിന്നീട് വേറൊരു തരത്തിൽ നമ്മൾ കാണുന്നത് വചനങ്ങളുടെ പൂർത്തീകരണം എന്ന നിലയിൽ മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിലുള്ള ഒരു വലിയ വിശ്വാസമായിരുന്നു മിശിഹ വരുമ്പോൾ ദേവാലയം ശുദ്ധീകരിക്കുമെന്ന്. നിങ്ങൾ പ്രതീക്ഷിച്ച കർത്താവിത അവിടുത്തെ ആലയത്തിലേക്ക് വരുന്നു എന്ന് മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അവിടുന്ന് ലേവി പുത്രന്മാരെ സ്വർണവും വെള്ളിയും എന്നതുപോലെ ശുദ്ധീകരിക്കും എന്ന് പറയുന്നതിൻ്റെ പൂർത്തീകരണമാണ്. അപ്പം ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു സാമാന്യ വിശ്വാസത്തിൻ്റെ പൂർണ്ണത കൂടി നമ്മളിവിടെ കാണുകയാണ്. ഈശോ ശരിക്കും ഈ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്ന ക്രമപ്രകാരം ഈശോയുടെ മാമോദീസായ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പെസഹയാണിത്. ആ പെസഹ തിരുനാളിനോടനുബന്ധിച്ച് ഈശോ ചെല്ലുമ്പോഴാണ് ഈശോ കാണുന്നത്, അവിടെ വിജാതീയരുടെ അങ്കണം എന്ന് പറയുന്ന സ്ഥലം ദേവാലയത്തിൻ്റെ ചുറ്റുമാണ്. അവിടെ കച്ചവടം നടക്കുന്നു, നാണയമാറ്റം നടക്കുന്നു, ആടുകൾ അതുപോലെ കാളകൾ ഇവയെല്ലാം വിൽപ്പന ചെയ്യുന്നു, കൈമാറ്റം നടക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് ഈശോ കയറുകൊണ്ട് ചാട്ടയുണ്ടാക്കുന്നത്. എന്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അവിടെ നടന്നു എന്നതിന് ചരിത്രപരമായ ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ പിൻബലമായിട്ട്. അതിന് കാരണം യഹൂദരുടെ ഒരു ആത്മീയതയുടെ പ്രശ്നമാണ്. യഹൂദരുടെ ആത്മീയതയിൽ അപൂർണമായതൊന്നും ദേവാലയത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മുടന്തുള്ള ആടിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനെ ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കാൻ കൊണ്ടുവരരുതെന്ന്. 2 സാമുവേൽ 5-ാം അധ്യായത്തിൽ കാണുന്നു, കുരുടനും മുടന്തനും ദേവാലയത്തിൽ പ്രവേശിക്കുക പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുറവുകളുള്ളതിനെ ദേവാലയത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് പുരോഹിതന്മാർ അതിനെ പരിശോധിച്ചിരുന്നു. അത് കുറവുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് പകരം അതിനെ കൊടുത്തിട്ട് പൂർണ്ണതയുള്ള സാധനങ്ങളെ, ആടുകളെ, കാളകളെ
വാങ്ങിച്ചിരുന്നു. അങ്ങനെയാണ് ഈ കൈമാറ്റം അവിടെ നടന്നിരുന്നത്. അതുപോലെ റോമൻ നാണയങ്ങൾ ദേവാലയത്തിൽ ഇടാൻ സാധ്യമല്ല. അതുകൊണ്ട് റോമൻ നാണയങ്ങൾ കൊണ്ടുവരുന്നവർ ആ നാണയം കൊടുത്തിട്ട് യഹൂദ നാണയങ്ങൾ വാങ്ങി ദേവാലയത്തിൽ സമർപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ ക്രയവിക്രയം ഈ ദേവാലയത്തിന് ചുറ്റുമായിട്ട് നടന്നത്. ബലിയർപ്പിക്കാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ പൂർണ്ണതയുള്ളതാകണം എന്ന നിഷ്ഠയിൽ നിന്ന് പൂർണ്ണതയില്ലാത്തതെങ്കിൽ അവയെ മാറ്റി വാങ്ങുന്നു, അവയ്ക്ക് പകരമായി പണം കൊടുക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കൂടെയാണ് ദേവാലയ അങ്കണം ഇതുപോലെ ഒരു കച്ചവട സ്ഥലമായിട്ട് മാറിയത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇത് കണ്ടിട്ട് ഈശോ രോഷാകുലനാവുന്നു. നമുക്കിവിടെയുള്ള ഒരു പാഠം ഇതാണ്. ഈ കാഴ്ച പലരും കണ്ടതാണ്, പക്ഷെ ആർക്കും അതിന് ഒരു അധർമ്മം തോന്നിയില്ല. ഉള്ളിൽ ദൈവികതയുള്ള ആളുകൾക്ക് മാത്രമേ ഒരു അധർമ്മം മുമ്പിൽ നടക്കുമ്പോൾ അത് കണ്ടെത്താനും അതിനെതിരെ പ്രതികരിക്കാനും ആകൂ. അല്ലാത്തവർക്ക് അധർമ്മത്തോട് സമരസപ്പെട്ടു പോകാനേ സാധ്യമാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈശോ വരുന്നത് കഫർനാമിൽ നിന്നാണ്. ഈശോ വരുന്നത് ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു ചരിത്ര സംഭവം കൂടെയുണ്ട്. BC 165 മക്കബായർ ദേവാലയം ശുദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈശോ വന്നിട്ട് ഈശോ ഈ ദേവാലയ ശുദ്ധീകരണം നടത്തുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കുക. അവിടെ നിന്ന് വന്ന് ചാട്ടയുണ്ടാക്കി, എന്നിട്ട് ആടുകളോടും കാളകളോടും കൂടെ അവരെ പുറത്താക്കിയെന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വഭാവം, ദേവാലയത്തിൻ്റെ അടുത്ത് ഇരിക്കുന്ന ആളുകളുടെ സ്വഭാവം പോലും ഈ മൃഗങ്ങളുടെ സ്വഭാവം പോലെ ആയിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരോടൊപ്പം തന്നെ പുറത്താക്കിയത്. നിങ്ങളുടെ സ്വഭാവം മൃഗസ്വഭാവമായിരിക്കുന്നുവെന്ന് ഈശോ പരോക്ഷമായിട്ട് പറയുകയാണ്. പലപ്പോഴും നമ്മൾ കാണാറില്ലേ, നമ്മൾ ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, ഇവൻ മൃഗമോ അതോ മനുഷ്യനോ? മൃഗതുല്യമായിട്ടുള്ള നമ്മുടെ സ്വഭാവങ്ങൾ ആയിട്ട് നമ്മൾ ദേവാലയത്തിൽ പ്രവേശിക്കരുത് എന്ന് ഈശോ പരോക്ഷമായി പറയുന്ന കാര്യം കൂടിയാണിത്. എന്നിട്ട് ഈശോ ചെയ്യുന്ന പ്രവൃത്തി നോക്കൂ. നാണയമാറ്റക്കാരുടെ ആ മേശകളെല്ലാം തട്ടിമറിച്ചിട്ടു, ആടുകളെയും കാളകളെയും വിൽക്കുന്നവരെ അവിടെ നിന്ന് പുറത്താക്കി. പക്ഷേ ഒരു കാര്യം നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കേണ്ടതാണ്. പ്രാവ് വിൽപ്പനക്കാരുടെ അടുത്ത് വന്നിട്ട് ഈശോ അവരോട് അങ്ങോട്ടാണ് പറയുന്നത്. അവിടെ ഈശോ അവരെ അങ്ങനെ നിർബന്ധപൂർവ്വം പുറത്താക്കുകയില്ല. അവരെ അങ്ങോട്ട് പറയുന്നു, നിങ്ങൾ ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകൂ, എൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇത് ദരിദ്രരുടെ സ്ഥലമാണ്. കാരണം ദരിദ്രരായവർ പ്രാവും കുഞ്ഞുങ്ങളെയോ ചങ്ങാലികളെയോ കാഴ്ചയർപ്പിക്കണമെന്നാണ്. അങ്ങനെ ഈശോയെ ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ അതാണ് ചെയ്യുന്നത്. ദരിദ്രരായവർ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ഈശോയുടെ പ്രവൃത്തിയിൽ അല്പം വ്യത്യാസം നമുക്ക് കാണുന്നു. എന്ന് പറഞ്ഞാൽ അതിലുള്ള ആത്മീയത ഇതാണ്. ബിഗ് ബസാറുകാരനോട് നമ്മൾ പെരുമാറുന്ന കാർക്കശ്യം പാവപ്പെട്ട ഒരു മത്സ്യ വിൽപ്പനക്കാരിയോട് കാണിക്കരുതെന്നാണ്. അങ്ങനെ ഒരു ആത്മീയത ഈശോ അവിടെ പറയുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശരിക്കും ഈശോ പ്രതികരിച്ചത് എന്തിനെതിരെയാണ്? ഈശോ പ്രതികരിച്ചത് ഈ മാറ്റത്തിനെതിരെയാണ്. അതായത് അപൂർണതകൾ ദേവാലയത്തിൽ പ്രവേശിക്കരുത് എന്ന ആ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ശാരീരികമായ വൈകല്യങ്ങളെ അതിനെ പരിശുദ്ധിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് നടത്തിയ യഹൂദ ആത്മീയതയാണ് ഈശോ തകിടം മറിക്കുന്നത്. അതിനെതിരെയാണ് ഈശോ. അത് മാറ്റിയിട്ട് യഥാർത്ഥത്തിലുള്ള ആത്മീയത ഈശോ പുനഃസ്ഥാപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കുറ്റങ്ങളും കുറവുകളും ഉള്ളവർക്കും അവകാശപ്പെട്ടതാണ് ദേവാലയം. പാപിയായ മനുഷ്യനും അവകാശപ്പെട്ടതാണ് ദേവാലയം. ശാരീരിക ന്യൂനതകൾ ദേവാലയ പ്രവേശനത്തിന് തടസ്സമാകരുത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ചിന്താഗതിയെയാണ് ഈശോ അടിച്ചു പുറത്താക്കുന്നത്. അതിനെയാണ് ഈശോ മാറ്റുന്നത്. എന്നിട്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ആ വിശാലതയാണ്. ദേവാലയത്തിൻ്റെ വാതിലുകൾ സർവർക്കുമായിട്ട്, കുറ്റവും കുറവുകളും ന്യൂനതകളും അപൂർണതകളുമുള്ള സർവർക്കുമായിട്ട് തുറന്നു കൊടുക്കുകയാണ്. ഞാൻ ഓർക്കുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നതാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഹെൽത്ത് ട്രിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് അവരിങ്ങനെ പറയുന്നതാണ്, ഞങ്ങൾ പല സ്ഥലത്തും ബോർഡുകൾ കണ്ടിട്ടുണ്ട്, അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല, അക്രൈസ്തവർക്ക് പ്രവേശനമില്ല ഹൈന്ദവ ദേവാലയത്തിന്. പക്ഷേ ഒരു ക്രൈസ്തവ ഭവനത്തിൻ്റെ മുമ്പിലും ഒരു ദേവാലയത്തിന് മുമ്പിലും
അക്രിസ്ത്യാനികൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടില്ല. സർവർക്കും വിശാലമായി തുറന്നു കിടക്കുന്ന ഒരു ആത്മീയതയാണ് ഈശോ ഇവിടെ പുനഃസ്ഥാപിക്കുന്നത് എന്ന് നമ്മൾ പ്രിയപ്പെട്ടവരെ മറന്നുപോകുള്ളൂ. ഇതിന് പലതരത്തിൽ മറ്റു വ്യാഖ്യാനങ്ങൾ നടത്തുന്ന ആ വ്യാഖ്യാനങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ് എന്ന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നത്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ ധ്വനി തന്നെയാണ് ഈ ഭാഗത്ത് വരുന്നത്. നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ പ്രായോഗികതയിലേക്ക് വന്നാൽ നമ്മൾ ചിന്തിക്കുക, ഇതിൻ്റെ ഇടയ്ക്ക് ഓർക്കുന്നത് ഹൊസെ സരമാഗോയുടെ ഒരു നോവലാണ്. ആ നോവലിൻ്റെ അകത്ത് ഒരു രംഗമുണ്ട്. ദേവാലയത്തിൽ വന്ന് ഈ മുടന്തുള്ള ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തിട്ട് അതിന് പകരം പൂർണ്ണതയുള്ള ആട്ടിൻകുട്ടിയായിട്ട് ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കാമെന്ന ആൾ പോകുമ്പോൾ ഈ സമയത്ത് ഈശോ അവിടെ വരികയാണ്. ഈശോ വന്നിട്ട് ഈ മുടന്തുള്ള ആട്ടിൻകുട്ടിയെ വലിയ വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് തോളത്ത് ഏറ്റിപ്പോകുന്ന മനോഹരമായ ഒരു കാഴ്ച ഈ നോവലിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അപൂർണതകളെ നമ്മൾ അംഗീകരിക്കുകയും അതിനെ വിശുദ്ധിയാൽ പരിവർത്തനം ചെയ്യപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് പറയുന്ന നമ്മുടെയൊക്കെ ചില സംഘടനകളിലും ഒക്കെ ആ ഒരു സംഗതിയുണ്ട്. നമ്മുടെ SMO LKCMO അല്ലെങ്കിൽ ഒക്കെ ഉള്ള തരത്തിൽ നമ്മൾ പലരെയും അതിൽ ചേരുന്നതെന്ന് ചിലപ്പോൾ ഒക്കെ ചില ന്യൂനതകളൊക്കെ പറഞ്ഞ് തടഞ്ഞു നിർത്തുകയാണ്. ഈശോ എല്ലാവരെയും, പാപികളെയും എല്ലാവരെയും വിളിക്കുകയാണ്. വിളിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് നിന്ന് അവരെ പരിവർത്തനം നടത്തി അവരെ നല്ല നന്മയിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലാതെ പൂർണ്ണരായവരെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊണ്ടുവരുന്ന ഒരു സംവിധാനമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അവർ അകത്ത് വന്നിട്ട് അവരെ പിന്നെ നമ്മൾ പരിവർത്തനം ചെയ്യണം എന്നുള്ളത് തന്നെയല്ലേ ഇതിൻ്റെ പരോക്ഷമായ സൂചന എന്ന് നമ്മൾ ചിന്തിക്കണം. കൂടുതൽ പ്രായോഗികതയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം, എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന തിരുവെഴുത്ത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ദേവാലയത്തെക്കുറിച്ച് തീഷ്ണതയുള്ളവരാണോ നാം? ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള വിചാരം നമ്മൾ വിഴുങ്ങിക്കളയുന്നുണ്ടോ? പലപ്പോഴും ഒക്കെ നമ്മൾ എത്രയോ മോശപ്പെട്ട രീതിയിലാണ് ദേവാലയത്തിൽ നമ്മൾ പെരുമാറുന്നത്. അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ വസ്തുക്കൾ പോലും ചില സങ്കീർത്തിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നു, കുപ്പത്തൊട്ടി പോലെ ചിലപ്പോൾ കിടക്കുന്നത് കാണുന്നുണ്ട്. ചിലപ്പോൾ അതിലെ തിരുവസ്ത്രങ്ങളൊക്കെ വളരെ അധികം രീതിയിൽ മോശപ്പെട്ട് നമ്മൾ കിടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നതാണ്, ഒരു വികാരിച്ചൻ പറഞ്ഞാണ്, അതായത് പിന്നെ ഒരു വേദപാഠത്തിൽ കുറേ നാളായിട്ട് വരാതിരുന്ന ഒരു കൊച്ചിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കോളേജ് പ്രൊഫസറാണ് അമ്മ എഴുതി കൊടുക്കുകയാണ്, അവൻ കഴിഞ്ഞ 2 ആഴ്ച വരാതിരുന്ന അവന് സൗകര്യമില്ലാഞ്ഞിട്ടാണ്. എന്ത് ഭാഷയാണ് ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല, പക്ഷേ അത് കണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണത നമ്മളെ വിഴുങ്ങിക്കളയുന്നുണ്ട്. ഇനി ദേവാലയത്തിൽ എന്തെങ്കിലും അപൂർണതകളുണ്ട് എന്നുണ്ടാൽ അതിനെ ശരിയാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? ചിലപ്പോഴെങ്കിലുമൊക്കെ നാം ആത്മീയതയെ സെക്കുലറൈസ് ചെയ്യുന്നുണ്ടോ എന്നും ചിന്തിക്കേണ്ടതുണ്ട്. ഈശോ പ്രതികരിക്കുന്നത് അതിനെതിരെ കൂടിയാണല്ലോ. ആത്മീയതയെ അല്ലെങ്കിൽ ദൈവികതയെ നമ്മൾ ഒരുപാട് ഈ കാലത്തിൽ സെക്കുലറൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ അതിപ്രസരം കടന്നു വന്നിട്ട് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലൗകികമായ രീതിയിൽ തന്നെ കാണുകയും അതിൻ്റെ ആത്മീയത നഷ്ടപ്പെടുത്തിയിട്ട് ഇതൊരു വെറുതെ ഉള്ള ഒരു ഭരണ സംവിധാനമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ജാഗ്രത പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ സംഘടനകളിലൂടെ ഒക്കെ അങ്ങനെയുള്ള ചിന്തകളും പടരുന്നുണ്ടോ എന്നുള്ള. പലപ്പോഴും നമ്മുടെ പല സംഘടനകളും ഈ പറഞ്ഞ രീതിയിലുള്ള ചിന്താഗതികൾ വന്നിട്ട് ഒരു ട്രോജൻ കുതിരകൾ എന്ന രീതിയിൽ മാറുന്നുണ്ടോ എന്നുള്ള. മറ്റ് ചിന്താഗതികൾ ആത്മീയതയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ കംപ്ലീറ്റ് സെക്കുലറൈസ് ചെയ്ത് അതിൻ്റെ എല്ലാ നന്മയും നഷ്ടപ്പെടുത്തിയിട്ട് അങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു രീതിയിൽ പോകുന്നുണ്ട്. ഉദാഹരണത്തിന് പള്ളിയിലെ സ്തോത്രക്കാഴ്ച അർപ്പിക്കുന്നു, അതിനെപ്പോലും ഈ പറയുന്ന ഈ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ ഒക്കെ രീതി വ്യാഖ്യാനിച്ചിട്ട് അത് പണപ്പിരിവിൻ്റെ ഒരു സമ്പ്രദായമാണെന്നും ഒക്കെയുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു. അതും അത്യന്തം അപകടകരമാണ്. കാരണം എന്താണോ ഈശോ ഉദ്ദേശിച്ചത് അതിന് നേരെ എതിരായിട്ട് വ്യാഖ്യാനങ്ങൾ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നടക്കുന്നുണ്ടോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടതാണ്.